ഇന്നലെ ഉണ്ടാക്കിയ പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഉണ്ടാക്കിയ പരിപ്പ് കറിയാണ്. അപ്പോൾ അത് കുറച്ച് ബാക്കിയായി. അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം അല്ലേ? അത് നമ്മൾ സ്വതവേ വല്ല കഞ്ഞിയിലോ അല്ലെങ്കിൽ പശുവിന് കൊടുക്കുന്ന കഞ്ഞിയിലും കുഴപ്പമില്ല, അത് കുടിച്ചോട്ടെ. അല്ലാതെ നമ്മൾ ഇവിടങ്ങളിലൊക്കെ ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ രാത്രിയിലല്ലേ വെക്കുക. അപ്പോൾ അത് അളിയൊന്നുമില്ല. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് ഫ്രഷ് ആയിട്ടിരിക്കും. ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് നമ്മുടെ ഗോതമ്പ് മാവിൽ അതിൽ ചേർത്തിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ പരിപ്പ് കറി ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നമ്മളതിനെ കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണ്. ഇത് പരിപ്പാണ്, പരിപ്പ് കറിയാണ്. ഓക്കെ. അതുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഈ ചെറിയ സവാള അരിഞ്ഞത്, പിന്നെ ഇത് ഹോമും അജ്വൈൻ എന്ന് പറയും ഇവിടെ. അത് നല്ലതാണ് കേട്ടോ, ദഹനത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി. ഇപ്പോൾ എത്ര പേർക്കാണോ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ 4 പേർക്കാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു 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 കട്ടോരി ഒരു എത്രയാണോ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത് അത്ര തന്നെ നമ്മൾ ഈ പരിപ്പ് കറി ഇടണം. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ ഈ പരിപ്പിട്ടു, പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ സവാള ഇടാം. ഓക്കെ. പിന്നെ അത് കൂടാണ്ട് നമ്മൾ കുറച്ച് അജ്വൈൻ ഇടാം. അപ്പോൾ നമുക്കിതിലധികം നമുക്കിത് ഇടേണ്ട ആവശ്യമില്ല. ഉപ്പ് എന്താ അറിയോ, ഉപ്പിൽ ഓൾറെഡി ആ പരിപ്പ് കറിയിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കണം. ഇപ്പോൾ നോക്കൂ, നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കാൻ പാടില്ല. ഓക്കെ. ഇപ്പം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി എത്ര കൂടി നമുക്ക് മനസ്സിലാവും. ഇനി കുറച്ച് വെള്ളമായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചും കൂടി നമുക്ക് ഗോതമ്പ് പൊടി ഇടാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കൂ, അതൊരു ടൈറ്റായി. ഓക്കെ. അപ്പോൾ നമ്മൾ നല്ലോണം അത്രയ്ക്ക് ടൈറ്റായില്ലെങ്കിലും നമ്മളിങ്ങനെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിലായിരിക്കണം. ഓക്കെ. ഇതിൽ കുറച്ച് നമുക്ക് ഇതുണ്ടല്ലോ, മല്ലിയില ഇടാം കേട്ടോ. മല്ലിയില ഇട്ട നല്ലതാണ്. വേണച്ചാൽ മുരിങ്ങയുടെ ഇല വേണച്ചാൽ കുറച്ചിടാം. അതൊക്കെ ടേസ്റ്റ് എൻഹാൻസേഴ്സാണ്. അതൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഇവിടെ മുരിങ്ങയുടെ ഇല കിട്ടില്ല, മല്ലിയുടെ ഇല ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഒന്നും ഇല്ല തോന്നുന്നു, നോക്കട്ടെ. അപ്പോൾ കുറച്ച് വേണമെച്ചാൽ നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചിങ്ങനെ എടുത്തിട്ടേ, എന്താ വെച്ചാൽ ഞങ്ങൾക്കൊക്കെ കുറച്ച് ഉപ്പ് മതി. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ചിടാം. ഇതിലേക്ക് കുറച്ച് നമ്മൾ ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതൊന്ന് എല്ലാത്തിനും കൂടി ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള റൊട്ടി കിട്ടും നമുക്ക്. അധികമൊന്നും വേണ്ട കേട്ടോ, ഒരു സ്പൂണ്. പക്ഷേ ഇത് ഉപയോഗിക്കേണ്ട, റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഞാനിവിടെ പതാഞ്ജലിയുടെയാണ് ഉപയോഗിക്കുന്നത്, റൈസ് ബ്രാൻ ഓയിൽ. ആഡൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ എല്ലാ സാധനങ്ങളും പതാഞ്ജലിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇവിടെ അടുത്തുണ്ട് കട, അതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ ഇപ്പോൾ നോക്കതിൽ ഉള്ളി എല്ലാം ഉണ്ട്. ഇത് മല്ലിയില ഞാൻ ആ പാലപ്പിൽ നല്ലോണം ഇട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മുകളിലിട്ടില്ല, കഴിഞ്ഞു. ഇട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അതൊരു ഭംഗിയായിരുന്നു. ഓക്കെ. എന്നിട്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് പൊത്തി വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാം. നമ്മൾ കുഴച്ച മാവാണ് കേട്ടോ ഇത്. ഓക്കെ. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഒരു ചെറിയ ഉരുളെടുക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ടിങ്ങനെ ഉരുട്ടിയിട്ട്, ഓക്കെ, നമുക്ക് കുറച്ച് ഇതിൽ നമുക്കിതിനെ ഒന്ന് പതുക്കെ പരത്തിയെടുക്കാം. അധികം വലുതായി പരത്തല്ല, എന്താ വെച്ചാൽ അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് എത്ര ഇതുണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ട് ഇതത് നോക്കൂ. ഈ ഹോമോ, പിന്നെ മല്ലിയിലയും, പിന്നെ ഈ സവാളയൊക്കെ കാണണ്ട, കണ്ടോ. നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി നമ്മളിതിലിട്ടു. ഓക്കെ. ഇത് തവ എന്നാണ് ഇതിന് ഹിന്ദിയിൽ പറയുന്നത്. ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇത് ഇരുമ്പിൻ്റെയാണ് കേട്ടോ. ആദ്യം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ എണ്ണ ഒഴിക്കാൻ പാടില്ല. എണ്ണയും നെയ്യും ഉപയോഗിക്കാം. നെയ്യാണ് കുട്ടികൾക്ക് നല്ലത്. ഇതൊരു 4 മണി പലഹാരമായിട്ട് കഴിക്കാനും, പിന്നെ നമുക്ക് രാവിലെ കുട്ടികൾക്ക്
ചില കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകാൻ മടിയാണ്. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് തൈര് കൊടുക്കാം കുട്ടികൾക്ക്. തൈരിൽ എന്തെങ്കിലും നമ്മൾ പൈനാപ്പിളോ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പോൾ തൈര് ഇപ്പോൾ പുളിക്കുന്നതാണെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ വേറെ എന്തെങ്കിലും, ഇതിലിപ്പോൾ ഞങ്ങളൊക്കെ കഴിക്കുന്നത് തൈരും അതിൻ്റെ ഒപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഈവൻ ഒന്നും ഇല്ലാണ്ട് ഇത് കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ അതായത് ഷിംല മിർച്ചിൻ്റെ ഈ എന്താ പറയുക ക്യാപ്സിക്കൻ്റെ എന്തെങ്കിലും ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കറിയോ എന്തെങ്കിലും നമുക്കത് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വെന്ത മാതിരിയായി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് നെയ്യാണ് കേട്ടോ ഞാൻ പുരട്ടി കൊടുക്കുന്നത്. നെയ്യ് നല്ലതാണ്. അപ്പോൾ നോക്കൂ, കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇത് 2 സൈഡും ആവണം. നല്ല ഗോൾഡൻ കളറാവട്ടോ ഈ റൊട്ടി. ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നല്ല ഗോൾഡൻ കളറായി. നല്ല പശുവിൻ്റെ നെയ്യ് കിട്ടുമെങ്കിലേ കുട്ടികൾക്ക് നമ്മൾ റിഫൈൻഡ് ഓയിലിനും പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണയെക്കാട്ടിലും നല്ലത് നെയ്യാണ്. നോക്കൂ, നമ്മുടെ പൊറോട്ട തയ്യാറായി. ഇത് 2 എണ്ണം നോക്കൂ, 2 സൈഡും നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം കുട്ടികൾക്ക് കുറച്ചയച്ചാൽ അവർ സന്തോഷത്തിൽ കഴിക്കും. ഓക്കെ, ഇതിൻ്റെ ഒപ്പം നമുക്ക് വെണ്ടയ്ക്കയുടെ എന്താ പറയുക വെണ്ടയ്ക്കും ഉള്ളി ഇട്ടിട്ടുള്ള കറിയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കറിയോ എന്ത് വേണമെച്ചാൽ ഇതിൻ്റെ ഒപ്പം നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാവുന്നതാണ്.